അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവാത്സനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ ഹൃദയകമലകർമ്മികാമത്തിൽ തിങ്കലം മാറിവെച്ച് നിസ്തുല ഭക്തി പുരസ്സരമാകും വണ്ണം സൂര്യവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷകൾക്ക് വിശ്വാമിത്ര മഹർഷിയോടുകൂടെ മിഥില രാജധാനിയെ പ്രാപിച്ച സമയത്തിങ്കൽ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെയും കുമാരന്മാരുടെയും വരവറിഞ്ഞ് അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചതിന് ശേഷം ജനക മഹാരാജാവാൽ ആനയിക്കപ്പെട്ട വില്ല് വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം എടുക്കുവാനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രണിപത്യകുമാരോയം മൃഡാന്യൈച മൃഡായ ച ഉദ്യുക്തോഢംഗാദാതും മയമാനം ഖാംബുജാ അയം കുമാര മൃഡാന്യൈച മൃഡായ ച പ്രണിപത്യ. ആ കുമാരൻ മൃഡാനിക്കായിക്കൊണ്ടും മൃഡനായിക്കൊണ്ടും നമസ്കരിച്ചു. ആ കുമാരൻ ശ്രീരാമചന്ദ്രൻ ശ്രീപാർവതി ദേവിയെയും ശ്രീപരമേശ്വരനെയും വഴിപോലെ നമസ്കരിക്കുണ്ടായി. എപ്പോ ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായിട്ട് വന്നതാണല്ലോ ആ ശ്രീരാമചന്ദ്രനും അനുജനായിട്ടുള്ള ലക്ഷ്മണനും. യാഗരക്ഷയ്ക്ക് കഴിഞ്ഞ് അവരവിടുന്ന് പുറപ്പെട്ട് ഗൗതമാശ്രമത്തിലെത്തി. അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു കഴിഞ്ഞ് ആ മിഥില രാജധാനിയിലെത്തി. ആ മിഥില രാജധാനിയിലെത്തിയ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെയും കുമാരന്മാരുടെയും വരവറിഞ്ഞ് അവരെ വേണ്ട വിധത്തില് സ്വീകരിച്ച് സൽക്കരിക്കുണ്ടായി. എന്താ ആ സർവരാലും പൂജിതനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയാണ് എഴുന്നള്ളുന്നത്. കൂടെ വരുന്നതോ അയോധ്യാധിപതി ആയിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാര്. അപ്പോ ഏത് വിധത്തിലും അവരെ മാനിക്കണം, വഴിപോലെ വേണ്ട വിധത്തില് അവരെ സ്വീകരിച്ച് സൽക്കരിക്കുണ്ടായി. ആ ശ്രീരാമചന്ദ്രനെ കണ്ട സമയത്ത് ജനക മഹാരാജാവിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താ അദ്ദേഹത്തിന് തോന്നിയത്? തന്റെ പുത്രി സീതയ്ക്ക് അനുരൂപനായിട്ടുള്ളതാണ് ഈ കുമാരൻ രാമൻ, അനുയോജ്യനാണ്. തന്റെ പുത്രിക്ക് യോജ്യനായിട്ടുള്ള വരനാണല്ലോ എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ തന്നെ വേറൊരു വിചാരം ഉണ്ടായി. എന്താ അത്? തന്റെ ആഗ്രഹം നടക്കാൻ പോണില്ല. എന്താ? സീതയെ രാമന് കൊടുക്കാൻ നിവർത്തിയില്ല. സീതയുടെ സ്വയംവരം നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയാത്? അവിടെയുള്ള ആ വില്ല്, ആ ത്രയംബകം വില്ല് ആരാണോ എടുക്കണത്, എടുത്ത് കൊലക്കണത്, അയാൾക്കാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അനവധി രാജാക്കന്മാര് പരിശ്രമിച്ച് പരാജയപ്പെടൽ കഴിഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാര്, ശക്തന്മാര്. ആ സ്ഥാനത്ത് ഈ കുട്ടി കുമാരൻ നന്ന ചെറുപ്പം, ഈ ബാലകഥ എങ്ങനെ സാധിക്കാനാ? അപ്പൊ തന്റെ ആഗ്രഹം വെറുതെയാണ്, സാധിക്കില്ല. ഈ മനോവിചാരത്തോടുകൂടി നിൽക്കണത്, ചിന്താകുലനായി നിൽക്കണത് വിശ്വാമിത്ര മഹർഷി കണ്ടു. എന്താ ജനകൻ, എന്താ അങ്ങ് ആലോചിക്കണത്? ഒന്നുമില്ല, ഞാനൊരു കാര്യം ഇങ്ങനെ നിരീച്ചു. എന്താ വെച്ചാലും പറയൂ. അല്ല, എന്റെ പുത്രി സീതയ്ക്ക് അനുരൂപനായിട്ടുള്ളതാണ് ഈ കുമാരൻ രാമൻ. പക്ഷേ രാമൻ കുട്ടിയല്ലേ, ബാലൻ. ഈ വലുതായിട്ടുള്ള വില്ലെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിന്നതാ. അങ്ങനെ വിചാരിക്കേണ്ട, രാമനെ കൊണ്ട് വില്ലെടുക്കാൻ സാധിക്കും. മഹാരഥന്മാരായിട്ടുള്ള രാജാക്കന്മാര് പരിശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥാനത്ത് ഈ കുമാരൻ വലുതായിട്ടുള്ള വില്ലെടുക്കുന്നോ? മഹാരാജാവ്, ഞാനല്ലേ പറയണത്, അങ്ങ് ഒട്ടും മടിക്കാണ്ടേ ആ വില്ലിങ്ങട് എത്തിച്ചോളൂ. ഞാനാണ് വാക്ക് പറയണത്, രാമനെ കൊണ്ട് വില്ലെടുക്കാൻ സാധിക്കും. വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോ ജനക മഹാരാജാവിന് ഒരു ഉത്സാഹമായി. എന്താ അത്? വാക്ക് പറയണ ആളല്ലല്ലോ വിശ്വാമിത്ര മഹർഷി. ആരാവിടെ ആ വില്ലിങ്ങട് എത്തിക്കുക? അനവധി ഭടന്മാര് കൂടി ആ വില്ലവിടെ എത്തിച്ചു. ആ വില്ലവിടെ എത്തിച്ചു കണ്ട സമയത്ത് രാമനുണ്ട് മന്ദസ്മിതത്തോടു കൂടി ആ വില്ല് നോക്കുണ്ടായി. രാമ, വിശ്വാമിത്ര മഹർഷി വിളിച്ചു. ഞാൻ മുമ്പ് ആശ്രമത്തിൽ വെച്ച് പറയണ്ടായില്ലേ, ആ ശ്രീപരമേശ്വരൻ ജനക മഹാരാജാവിന് കൊടുത്ത വില്ല് ഉണ്ടെന്ന്, ത്രയംബകം വില്ല്, ത്രിപുരന്മാരെ വധിക്കാൻ ഉപയോഗിച്ച ആ ദിവ്യമായിട്ടുള്ള വില്ല് എന്ന് പറയണ്ടായില്ലേ? ആ വില്ല രാമ ഈ കാണുന്നത്. എന്താ രാമ, ഈ വില്ലൊന്ന് എടുത്താൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? മടിക്കണ്ട, എടുക്കൂ രാമ, ചെന്നാ വില്ലെടുത്ത് കുലയ്ക്കൂ. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശം ലഭിച്ചപ്പോ രാമനും അത് താല്പര്യായി. എന്താ? അയം കുമാര
കുട്ടിയല്ലേ, എന്തിനോടും കൗതുകമുള്ള പ്രായമാണല്ലോ ആ ബാല്യകാലം. അപ്പോ ആ മഹർഷിയുടെ നിർദ്ദേശം കൂടി ലഭിച്ചപ്പോ രാമൻ നേരെ ചെന്നു ആ വില്ലെടുക്കാനായിട്ട്. അവിടെ ചെന്നിട്ടോ അയം പ്രണിപത്യ നമസ്കരിക്കുകയുണ്ടായത്. ആര്യാ, വില്ലിനെയാണോ നമസ്കരിച്ചത്? അല്ല, പിന്നെയോ മൃഡായ ശ്രീ പാർവതി ദേവിയെയും ശ്രീ പരമേശ്വരനെയാണ് ശ്രീരാമചന്ദ്രൻ അതുപോലെ നമസ്കരിക്കേണ്ടായത്. എന്താ പാർവതി ദേവിയെ പരമേശ്വരനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞത്? ശ്രീ പരമേശ്വരന്റെ അല്ലേ ഈ ത്രയംബകം വില്ല്? ആ വില്ലെടുക്കുമ്പോ ഭഗവാനെ നമസ്കരിച്ചാ പോരെ? പാർവതി ദേവി എന്തിനാ നമസ്കരിക്കണത്? ശിവനെ നമസ്കരിച്ചാ പോരെ എന്നാണെങ്കിൽ കുമാര കുട്ടിയല്ലേ, ഭഗതിരിവൊന്നും ഇല്ലല്ലോ. ആരെ ആദ്യം നമസ്കരിക്കേണ്ടത്, ആരാ കൂടുതൽ പ്രാധാന്യമുള്ളത് ഒന്നും അറിഞ്ഞിട്ടല്ല. ആദ്യം അമ്മയെ ദേവിയെ തോന്നി നമസ്കരിച്ചു, പിന്നെ ശിവൻ. അങ്ങനെയല്ല, കരുതിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒന്നും കണക്കാക്കാണ്ടേ അല്ല പാർവതി ദേവി ആദ്യം നമസ്കരിച്ചത്, കണക്കാക്കിയിട്ട് തന്നെയാണ്. എന്താ അത്? ആരുടെ വില്ല്? ശ്രീ പരമേശ്വരൻ ജനക മഹാരാജാവിന് കൊടുത്തില്ല. അപ്പോ വളരെ കാലം പഴക്കമുള്ളവില്ല, അനവധി കാലമായിട്ട് വെറുതെ ഇരിക്കണതാ. അപ്പോ ആ വില്ലെടുത്ത് കൊലയ്ക്കാൻ പുറപ്പെട്ടാൽ അതിന് വലിയ കേടും സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ സംഭവിച്ചാൽ ശ്രീ പരമേശ്വരന്റെ കോപം വരും. അതില്ലേ, ആഹാ ധിക്കാരി, നീ എന്റെ വില്ല് നശിപ്പിച്ചു അല്ലേ? ആ ദിവ്യമായിട്ടുള്ള വില്ല് നീ നശിപ്പിച്ചു അല്ലേ? ആരാണിത്? അവന്റെ കഥ കഴിക്കുക. ക്ഷിപ്രകോപിയാണല്ലോ ഭഗവാൻ ശ്രീ പരമേശ്വരൻ. അദ്ദേഹം കോപിച്ച് പുറപ്പെട്ടു എന്ന് വരും. അങ്ങനെ അദ്ദേഹം കോപിച്ച് പുറപ്പെട്ടാൽ അദ്ദേഹത്തെ തടയാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല, ശക്തിയില്ല. ഒരേ ആൾക്കേ ഭഗവാനെ തടയാൻ സാധിക്കുള്ളൂ. തന്റെ നേരെ കോപിച്ച് പുറപ്പെട്ടാൽ ആ ഭഗവാനെ തടയാൻ ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ. ആർക്കാ? പാർവതി ദേവി. പാർവതി ദേവി വിചാരിച്ചാൽ ഭഗവാനെ തടയാൻ സാധിക്കും. എങ്ങനെയത്? ഭഗവാൻ കോപിച്ച് പുറപ്പെടുമ്പോ പാർവതി ദേവി എന്ന് കാണും. എവിടേക്കാണ് ഇത്ര ധൃതിയിൽ പുറപ്പെട്ടേക്കണത്? അതെ, പാർവതി കുറച്ച് ധൃതിയിൽ തന്നെയാ. ഞാൻ അവന്റെ കഥ കഴിക്കാൻ പോവാ. അവന്റെ കഥയോ? ആരുടെ കഥ? അങ്ങനെ ഒരാളുടെ കാര്യം പറഞ്ഞ കേട്ടിട്ടായില്ലല്ലോ. ആ അവനല്ലേ, ആ ദശരഥന്റെ പുത്രൻ രാമൻ, അഹങ്കാരി. എന്റെ വില്ല് അവൻ നശിപ്പിച്ചു. അങ്ങയുടെ വില്ലോ? അത് രാമൻ ഇവിടെ ഒന്നും വരിണ്ടായില്ലല്ലോ അങ്ങയുടെ വില്ല് നശിപ്പിക്കാൻ. ഇവിടെ ഉള്ള എന്റെ വില്ലല്ല, അവിടെ ഉള്ള എന്റെ വില്ല്. അവിടെ ഉള്ള വില്ലോ ഞാൻ ജനകന് കൊടുത്തില്ലേ ആ വില്ല്? അങ്ങ് ജനകന് കൊടുത്തു എന്ന് അങ്ങനെ പറയുള്ളൂ. ജനകന് കൊടുത്ത വില്ല് ജനകന്റെ വില്ലല്ലേ? ജനകന്റെ വില്ല് നശിപ്പിച്ചാൽ ജനകനല്ലേ ദേഷ്യം വരേണ്ടത്? അതിന് അങ്ങെതിരായി ശുദ്ധെടുത്ത് പുറപ്പെടുന്നത്. പാർവതി, ഞാൻ ജനകന് കൊടുത്ത വില്ലാണെങ്കിലും ആ വില്ല് അതെന്റെ വില്ലല്ലേ? അതെങ്ങനെ അങ്ങയുടെ ആവുക? മറ്റൊരാൾക്കൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവനവന്റേന്ന് പറയാൻ പാടില്ല. അത് ദുസ്സാമർത്ഥ്യം അതിന് പറയാം. പാർവതി എന്ത് പറഞ്ഞാലും ശരി, ആ വില്ല് അതെന്റെ വില്ലാണ്. ഞാൻ ആവശ്യം കഴിഞ്ഞപ്പോ ജനകനോട് അതിന്റെ പറഞ്ഞത് ആവശ്യം കഴിഞ്ഞ് ഉപയോഗം ഇല്ലാണ്ടായിട്ട് കൊണ്ട് കളഞ്ഞു എന്ന് വേണം പറയാൻ. കളഞ്ഞ വില്ല് ജനകനടുത്ത് പൂജിച്ചു എന്ന് വെച്ചോളൂ, അത്രേ ഉള്ളൂ. അത്രയല്ല, പാർവതി അതങ്ങനെ ചെറുതായി കാണണ്ട. ആ വില്ല് എന്റെ വില്ല് തന്നെയാണ്. എനിക്ക് ദേഷ്യം സഹിക്ക വയ്യാണ്ടായിട്ടുണ്ട്. എനിക്കറിയാം അങ്ങക്ക് ദേഷ്യം സഹിക്ക വയ്യാണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷെ ദേഷ്യം ഇപ്പൊ അതിനൊന്നുമല്ല. പിന്നെ വെറുതെ ഞാനങ്ങനെ ദേഷ്യപ്പെടുമോ? അതെന്നെ ഞാൻ ചോദിക്കുന്നത്. നീ വെറുതെ തന്നെയാന്ന്? വെറുതെ അല്ല, ദേഷ്യം വേറൊരു കാര്യത്തിനാണ്. വേറൊരു കാര്യം ഇവിടെ ഇപ്പൊ എന്താ? വേറൊരു കാര്യം അതൊക്കെ എനിക്കറിയാം. പാർവതി എന്താച്ചാ വേഗം പറയൂ, എനിക്ക് ധൃതിയുണ്ട്. രാമൻ നമസ്കരിക്കുണ്ടായില്ലേ? എന്നെ നമസ്കരിച്ചു. അങ്ങേ നമസ്കരിച്ചു, എന്നെ നമസ്കരിച്ചു. പാർവതിയെ നമസ്കരിച്ചു. ആരെ ആദ്യം നമസ്കരിച്ചത്? അത് പാർവതിയെ. അതന്നെയാണ് അങ്ങയുടെ നീരസത്തിന് കാരണം. രാമൻ ആദ്യം എന്നെ നമസ്കരിച്ചാലല്ലേ അങ്ങക്ക് ഈ വിരോധം രാമനോട് തോന്നാൻ. അല്ലാണ്ട് അങ്ങയുടെ ആ പഴയ വില്ല് കേടുവരുത്തിയുള്ള ദേഷ്യമൊന്നുമല്ലല്ലോ. പാർവതി ആദ്യം നമസ്കരിച്ചില്ല. എനിക്കെന്താ? അതിനെ ഞാൻ ചോദിക്കാൻ അങ്ങക്ക് എന്താന്ന്? അതൊക്കെ എനിക്കറിയാം. വലിയ കേമായിട്ട് പറയും പാർവതി ഞാനും നീയും രണ്ടല്ല ഒന്ന് തന്നെയാന്നൊക്കെ. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെ നമസ്കരിച്ച ശേഷം എന്നെ നമസ്കരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങക്ക് വിരോധമാണ്. അതല്ലേ ഇപ്പൊ ഈ കാണിക്കാൻ പോണ്ടത്. പാർവതി എന്തിനാ വേണ്ടാത്ത ചിന്തിക്കണത്? വേണ്ടാത്തല്ല, വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചത്. അല്ലെങ്കിലും സ്വാർത്ഥരാണുള്ള പുരുഷന്മാര് വലിയ കേമായിട്ട് പറയും സ്ത്രീകൾക്ക് തുല്യസ്ഥാനം, തുല്യ പദവി ഒപ്പാണ് എന്ന്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ എന്നും രണ്ടാം സ്ഥാനമേ. ആദ്യം നമുക്ക് തന്നെ കിട്ടണം, അതിനുശേഷം വലത് ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി സ്ത്രീകൾക്ക്. ഇതല്ലേ എല്ലാവരുടെയും മനോഭാവം. അങ്ങ് ഒട്ടും വ്യത്യസ്തമല്ല.
എല്ലാവരെയും പോലെ തന്നെയാണ്. അതല്ലേ ഈ ഭീഷുവിന്റെ അടുത്ത് പുറപ്പെടുന്നത്. പാർവതി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ലാന്ന്. ഉറപ്പാണോ അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ലാന്ന്? സംശയമില്ല, അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ല. രാമന്റെ നേരെ അങ്ങാടുത്ത് പുറപ്പെടരുത്. പാർവതി അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇതന്നെയല്ലേ ബന്ധമുള്ളൂ. എന്നെ നമസ്കരിച്ചതിന് വിരോധം ഇല്ലാന്നുണ്ടെങ്കിൽ രാമന്റെ നേരെ അങ്ങാടുത്ത് പുറപ്പെടരുത്. അല്ലെങ്കിൽ എനിക്കറിയാം നീ പറയാനല്ലാണ്ട് ഒന്നുമില്ല, എന്നോടുള്ള നീരസം കൂടി കാണിച്ചിട്ടല്ലേ ഈ പുറപ്പെടരുത്. പാർവതി ഞാൻ അങ്ങ് രാമന്റെ നേരെ പുറപ്പെടരുത്. അങ്ങനെ പാർവതി ദേവിയുടെ നിർബന്ധം. ഭഗവാൻ എങ്ങനെയായാലും പാർവതി ദേവി പറഞ്ഞാൽ തള്ളാൻ പറ്റില്ലല്ലോ. എന്താ അത്? അവർ രണ്ടല്ല ഒന്ന് തന്നെയാണ്, ശിവനും പാർവതിയും. അങ്ങനെ ആ പാർവതി ദേവിയുടെ വാക്കുകൾ കേട്ട് ഭഗവാൻ കോപമടക്കി പുറപ്പെടാണ്ടിരിക്കും. അങ്ങനെ ഈ ലോകത്തേക്കാൾ ഭഗവാനെ തടയാൻ പാർവതി ദേവിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ആ പാർവതി ദേവി ആദ്യം നമസ്കരിച്ചത്. അമ്മേ ദേവി ആ പാർവതി ദേവി വഴിപോലെ നമസ്കരിച്ചു. പിന്നെയോ ആ ഭഗവാനെ, പിന്നെയോ ധനും ആദാതും ഉദ്യുക്ത, ആ ധനുസിനെ ആദാനം ചെയ്യാനായിക്കൊണ്ട് ഉദ്യുക്തനായി പുറപ്പെട്ടു. ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ടോ വളരെ വലിയ വില്ല്. രാമനോ നന്ന കുട്ടി, കുമാര നന്ന ചെറുപ്പം. അനവധി ആൾക്കാര് ആ വില്ലെടുത്ത് പരിശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ രാമനായിട്ട് പേടിച്ച് പരിഭ്രമിച്ച് പരവശനായിട്ടാണോ ആ വില്ലിന്റെ അടുത്ത് ചെന്നേന്നുണ്ടെങ്കിൽ അല്ല. പിന്നെയോ സ്മയമാനമുഖാംബുജനായിട്ടാണ്. ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ്, എല്ലാവരെയും നോക്കി മന്ദസ്നേഹത്തോടു കൂടിയാണ് രാമൻ ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടത്. ആ ശ്രീരാമചന്ദ്രനോ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ ത്രയംബകം വില്ലെടുക്കുവാനായിട്ടുള്ള ഉത്സാഹത്തോടു കൂടെ